Okay. So now we are going to discuss about behavioral modeling. Now, Verilog coding, we have seen data gate level modeling and data flow modeling. For sequential circuit, we are going for behavioral modeling. Okay, that is, we can say in Verilog, a module can be described in any one or a combination of the following modeling techniques. Which are they? One is gate level modeling that we have. In a combination circuit complete the gate level modeling. Okay. Now, gate level modeling using instantiation of primitive gates and user defined modules. This describes the circuit by specifying the gates and how they are connected with each other. So, gate level modeling നമ്മുടെ ഗേറ്റ്സിന്റെ അതായത് പ്രിമിറ്റീവ് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡ് ഗേറ്റ് ഓർ ഗേറ്റ് ആൻഡ് ഓർ എക്സ് ഓർ കീവേഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് ദെൻ അതിന്റെ ഇന്റർ കണക്ഷൻസും ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡാറ്റ ഫ്ലോ മോഡലിംഗിലാണെങ്കിൽ യൂസിങ് കണ്ടിന്യൂസ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ കീവേഡ് അസൈൻ, അതായത് നമ്മുടെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അസൈൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ഫ്ലോ മോഡലിംഗ്. ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി ആണെങ്കിൽ അസൈൻ സി ഈക്വൽ ടു എ പ്ലസ് ബി. അങ്ങനെ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ബൂളിയൻ എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡാറ്റ ഫ്ലോ മോഡലിംഗ് ചെയ്യുന്നത്. Okay, so gate level modeling and data flow modeling, they are mostly used for describing combinational circuits. Now coming to the behavioral modeling, it is using procedural assignment statements. Okay, that is a particular procedure, that are procedural assignment statements, and use the keywords always or initial. Behavioral modeling il use cheyna keywords aanu always or initial. This is used to describe digital systems at a higher level of abstraction. Okay, so ഇതിന് higher level of abstraction ൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾ ട്രൂത്ത് ടേബിൾ വെച്ച് ഡയറക്റ്റ് ലോജിക് ഡയഗ്രാം ഒന്നും ഇല്ലാതെ ബൂളിയൻ എക്സ്പ്രഷൻസ് ഇല്ലാതെ ഡയറക്റ്റ് ട്രൂത്ത് ടേബിളിൽ നിന്ന് ഒരു സർക്യൂട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ബിഹേവിയറൽ മോഡലിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബിഹേവിയറൽ മോഡലിംഗ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ, സീക്വൻഷ്യൽ സർക്യൂട്ട്സിന് വി ആർ യൂസിങ് ദിസ് ബിഹേവിയറൽ മോഡലിംഗ്. ഓക്കെ, ഗേറ്റ് ലെവൽ മോഡലിംഗ്, data flow modeling, we are preferring for combinational circuits. Sequential circuit അത് ചെയ്യാത്തത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഒക്കെ കേസിൽ ഗേറ്റ് ലെവൽ മോഡലിംഗ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ 4 NAND ഗേറ്റ്സ് യൂസ് ചെയ്ത് പിന്നെ അതിന്റെ ഇന്റർ കണക്ഷൻസ് വരുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, സോ നമ്മൾ നോർമലി അഡോപ്റ്റ് ചെയ്യാറില്ല. ബിഹേവിയറൽ മോഡലിംഗ് ആണ് ഇതിന് യൂസ് ചെയ്യാറുള്ളത്, സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ മോഡലിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് റിമെമ്പർ ദ കീവേഡ്സ് used in behavioral modeling that are always or initial. Either of these two keyword can be used. ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാം. Okay, now coming to the behavioral modeling. Behavioral modeling represents digital circuits at a functional and algorithmic level. Okay, so behavioral modeling represents digital circuit at a functional and algorithmic level. That is അതിന്റെ ഒരു എന്താ പറയാ അൽഗോറിതമിക് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൂത്ത് ടേബിളിന്റെ ഒരു ലെവലാണ് പറയുന്നത്. ഓക്കെ, സോ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് അറ്റ് ഈച്ച് കണ്ടീഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ ഫംഗ്ഷണൽ ലെവലിലുള്ള ഡിസ്ക്രിപ്ഷൻ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് മോസ്റ്റ്ലി ടു ഡിസ്ക്രൈബ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ബട്ട് ക്യാൻ ഓൾസോ ബി യൂസ് ടു ഡിസ്ക്രൈബ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. കോമ്പിനേഷനിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ബിഹേവിയറൽ ഡിസ്ക്രിപ്ഷൻ യൂസ് ദ കീവേഡ് ഓൾവേസ് ഓർ ഇനീഷ്യൽ followed by an optional event control expression. Sorry, event control expression എന്ന് പറഞ്ഞാല് നമ്മുടെ ആ സ്റ്റേറ്റ്മെന്റ്സ് ഒരു പെർട്ടിക്കുലർ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുന്നൊരു എക്സ്പ്രഷൻ ആണ്. ഞാൻ എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓർമ്മിക്ക്. ആൻഡ് ലിസ്റ്റ് ഓഫ് പ്രൊസീജറൽ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അത് തൽക്കാലം ആ സെന്റൻസ് ഒന്ന് അവിടെ അതുപോലെ തന്നെ നോട്ട് ചെയ്തോ. അതെന്താന്നുള്ളത് എക്സാമ്പിൾ വരുമ്പം പറഞ്ഞുതരാം. ഓക്കെ, ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദ ടാർഗറ്റ് ഔട്ട്പുട്ട് ഓഫ് പ്രൊസീജറൽ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ്
must be of the registered data type. That is, a registered data type retains its value until a new value is assigned. Okay, വയറും രജിസ്റ്ററും തമ്മിൽ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. വയറിന്റെ വാല്യൂ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യാണ്. രജിസ്റ്ററിന്റെ വാല്യൂ നിങ്ങളൊരു പുതിയ ഡാറ്റ അസൈൻ ചെയ്യുന്നത് വരെ അവിടെ നിൽക്കും. അപ്പോൾ ബിഹേവിയറൽ മോഡലിംഗിൽ we have to use registered data type. Okay, that is the target output of procedural assignment statement must be of registered data type. That is, നമുക്ക് വേണ്ട ഔട്ട്പുട്ടിന് എപ്പോഴും എന്ത് ചെയ്യണം, ഇവിടെ രജിസ്റ്റർ ആയിട്ട് വേണം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. സോ നിങ്ങൾ ബിഹേവിയറൽ മോഡലിംഗിൽ ഒന്നാമത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് തിയറി ആയിട്ട് അധികം ചോദിക്കാൻ ചാൻസ് ഇല്ല, കോഡ് എഴുതാനേ ഉണ്ടാവുള്ളൂ. പക്ഷെ കോഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും ഓർക്കുക. മോസ്റ്റ്ലി വി ആർ യൂസിങ് ഫോർ സീക്വൻഷ്യൽ സർക്യൂട്ട്, കോമ്പിനേഷനിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ കീവേഡ്സ് ഓൾവേസ് ഓർ ഇനീഷ്യൽ കീവേഡ്സ് ക്യാൻ ബി യൂസ്ഡ്, ആൻഡ് ഔട്ട്പുട്ട് വാരിയബിൾ യൂസ്ഡ് ഇൻ this behavioral modeling should be declared as registered data type. Three points on normal. Okay. Now, procedural assignment. നിങ്ങൾക്ക് 8:50 ക്ലാസ് എന്നറിയില്ലേ? 55 ആയിട്ടും ആകെ 5-6 ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. So next, procedural assignment. So procedural assignment statements can be used to update the variables of types register, integer, real or time. Okay, that is, നമ്മൾ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിനകത്ത് അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ ഇംപ്ലിമെന്റേഷന് വേണ്ടി ഏതൊക്കെ വാല്യൂസ് ആണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ദാറ്റ് അപ്ഡേറ്റിംഗ് ഓപ്പറേഷൻസ് ആണ് ഈ പ്രൊസീജറൽ അസൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ വാല്യൂ അസൈൻഡ് ടു എ വാരിയബിൾ റിമെയിൻസ് അൺചേഞ്ച്ഡ് until another procedural assignment statement assign a new value to the variable. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഔട്ട്പുട്ട് രജിസ്റ്റർ ടൈപ്പ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, പുതിയൊരു വാല്യൂ അസൈൻ ചെയ്യുന്നത് വരെ ആ വാരിയബിളിന് സെയിം വാല്യൂ തന്നെയായിരിക്കും ഉണ്ടാകും. ഓക്കെ, നൗ ഈ ഒരു പോയിന്റും കൂടെയാണ് നെക്സ്റ്റ് ഓർക്കേണ്ട കാര്യം. 2 types of procedural assignment statements. That is, you have blocking procedural assignment and non-blocking procedure assignment. So blocking statements ആണെങ്കിൽ ഈക്വൽ ടു എന്നുള്ള സൈൻ യൂസ് ചെയ്യും. നോൺ ബ്ലോക്കിംഗ് ആണെങ്കിൽ ഈ ഒരു സൈൻ, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഒരു സിമ്പൽ യൂസ് ചെയ്യും. അതിന്റെ മീനിങ് എന്താണെന്ന് പറയാം. ദാറ്റ് ഈസ്, അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ വാരിയബിൾസിന് നമ്മുടെ ഔട്ട്പുട്ടിന്റെ വാല്യൂസ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സോർ ഗേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് 2 നമ്പറിന്റെ സം ആണെങ്കിൽ A+B അല്ലെ, അപ്പൊ അതിൽ C = A+B, ആ ഈക്വൽ ടുവിനെയാണ് നമ്മൾ അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, so blocking assignment is represented by equal to symbol. These statements are executed in the order they are specified in the procedural block. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജർ ബ്ലോക്ക് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ സീക്വൻഷ്യൽ ഓപ്പറേഷൻ. ദാറ്റ് ഈസ്, ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തത് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ താഴെ കൊടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കുക. ആ ബ്ലോക്കിംഗ് ആൻഡ് നോൺ ബ്ലോക്കിംഗ് അസൈൻമെന്റിന്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കംപ്ലീറ്റ് നമ്മളൊരു മൊഡ്യൂൾ എല്ലാം ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇൻക്ലൂഡ് ചെയ്തതാണ് ഈ ഒരു എക്സാമ്പിൾ. അപ്പൊ ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾ ഈ ഒരു എക്സാമ്പിളില് യു ഹാവ് ഇന്റിജർ A,B,C. ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ ഒരു വെരിലോഗ് മോഡ്യൂളിന്റെ രീതിയിലല്ല എഴുതിയേക്കുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഇന്റിജർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്ന വെരിലോഗ് മോഡ്യൂളിന്റെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. ആ അസൈൻ ചെയ്യുന്ന കാര്യം മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നോക്കുക, ഇവിടെ A, B, C are integers. Okay, and initial or always, that are the keyword used for a sequential or behavioral modeling. Okay, so that is the initial, and this begin and end. Okay, ഈ begin and end ആണ് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. Behavioral description use keyword always or initial followed by an optional event control expression എന്ന് പറഞ്ഞു. Okay, so this event control expression എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിനകത്ത് ഇൻക്ലൂഡഡ് ആവുന്ന കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് പറയാം ആ ഇനീഷ്യൽ കഴിഞ്ഞിട്ട് ഈ ബിഗിൻ, നിങ്ങൾ മോർ ദാൻ 1 സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ ഈ ബിഗിൻ ആൻഡ് യൂസ് ചെയ്യണം. ഓക്കെ, അതും ഈ ബിഹേവിയറൽ മോഡലിംഗിൽ മസ്റ്റ് ആണ്. സോ അതോടെ നിൽക്കട്ടെ, നമുക്ക് കോഡിങ്ങിന്റെ ഡീറ്റെയിൽസ് പറയാം. അതിന് മുന്നേ ജസ്റ്റ് ബ്ലോക്കിംഗ് അസൈൻമെന്റ് ആൻഡ് നോൺ ബ്ലോക്കിംഗ് അസൈൻമെന്റിന്റെ കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ,
So here initial integers a, b, and c are there. Okay, and begin. We have the values, initial values of a and b, a, b, and c are a equal to 10, b equal to 20, and c equal to 15. Okay, and here we are using three statements, or we can say three operations, that are a equal to b plus c, b equal to a plus 5, c equal to a minus b. Okay, so here we have used equal sign in order to assign these values. We are using equal sign, that is blocking assignment. Blocking assignment means, as the name indicates, each statement അല്ലെങ്കിൽ execution of one statement is blocked by the previous statement, or നമുക്ക് പറയാം sequential orderൽ, അതായത് നമ്മൾ ഈ എഴുതിയേക്കുന്ന ഓർഡറിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു എക്സിക്യൂഷൻ നടക്കുള്ളൂ. ദാറ്റ് ഈസ്, നിങ്ങൾ ഈ ഒരു കേസ് നോക്ക്, ഇനീഷ്യലി ഈ വാല്യൂസ് എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20, സി ഈക്വൽ ടു 15 ആണ്. Okay, so first operation is a equal to b plus c, that is this 20 plus 15, that is a become equal to 35 first, then b equal to a plus 5. So b equal to a plus 5 ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ a equal to b plus c എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നൗ b equal to a plus 5 എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടിയ എന്റെ വാല്യൂ യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മുടെ ബ്ലോക്കിംഗ് അസൈൻമെന്റ് ആണ്, ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് മാത്രമേ ഇത് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പൊ എന്താണോ എയുടെ വാല്യൂ അപ്ഡേറ്റ് ആയിട്ട് വന്നത്, ആ വാല്യൂ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് b ഈക്വൽ ടു ദിസ് 35 plus 5, that is b become 40. Okay, and c equal to a minus b. So here we have updated value of a and b, so c equal to a minus b. Okay, so a equal to 35 now, b equal to 40, so c equal to minus 5. മനസ്സിലായോ? ഇതാണ് നമ്മൾ ബ്ലോക്കിംഗ് അസൈൻമെന്റിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ്, we can say they block the execution of next statement till the current statement is executed. ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അടുത്തത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതായത് നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ സി പ്രോഗ്രാമിംഗ് പോലെ, സി സീക്വൻഷ്യൽ ആണ്. പക്ഷെ വെരിലോഗ് നമ്മൾ പറഞ്ഞിരുന്നു സീക്വൻഷ്യൽ ഓപ്പറേഷൻ അല്ല, പാരലൽ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്, കൺകറന്റ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ബട്ട് ഇൻ സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, in Verilog also, behavioral modeling, if you are using blocking assignment, okay, then the instructions are, or we can say the statements are executed in a sequential manner. That is, ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. Okay, so this is recommended style for modeling combinational logic. Sequential നമ്മൾ ഇത് പ്രിഫർ ചെയ്യാറില്ല ബ്ലോക്കിംഗ് അസൈൻമെന്റ്. ഇനി നോൺ ബ്ലോക്കിംഗ് കൂടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ക്ലിയർ ആവും. സോ നോൺ ബ്ലോക്കിംഗ് അസൈൻമെന്റിൽ വി ആർ യൂസിംഗ് ദ ഓപ്പറേറ്റർ less than or equal to, this one. This is the symbol for non-blocking assignment. Okay, then non-blocking assignments are executed in parallel. That is, execution of next statement is not blocked due to the execution of current statements. That is, നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്ക്, കുറച്ചുകൂടെ മനസ്സിലാവാൻ. സെയിം എക്സാമ്പിൾ ആണ് നേരത്തെ ചെയ്ത്. That is, a having values 10, b equal to 20, c equal to 15. We have three integers a, b, and c. Now here inside this initial, inside this begin and end, we are using this operator. That means a is assigning a value, ഈ 5 അവിടെ എടുക്കട്ടെ, അതെന്താണെന്ന് പറയാം, b plus c. Okay, and b is a plus 5 and c is a minus b. These three operations will be executed parallelly. Since we are using this symbol for assigning the variables, these are executed parallelly. That means ആ മൂന്ന് ഓപ്പറേഷനിലും എടുക്കുന്ന വാല്യൂസ് a equal to 10, b equal to 20, c equal to 15 ആണ്. അല്ലാതെ ഇവിടെ എക്കും ബിക്കും അപ്ഡേറ്റ് ചെയ്ത വാല്യൂസ് ഇവിടെ യൂസ് ചെയ്യൂല. കാരണം എന്താണ്, കൺകറന്റ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ വരുന്നത് a equal to b plus c, that is 20 plus 50, that is equal to 35, and b equal to a plus 5, that is 10 plus 5, 15, and c equal to a minus b, that is this 10 minus 20 minus 10.
ഇത് ബ്ലോക്കിംഗ് അസൈൻമെന്റ് ആയിരുന്നെങ്കിൽ ഈ എ മൈനസ് ബി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എയിലുള്ള 35ഉം ബിയിലുള്ള 15ഉം യൂസ് ചെയ്യുമായിരുന്നു. ഓക്കെ, നോൺ ബ്ലോക്കിംഗ് അസൈൻമെന്റ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? പാരലൽ ഓപ്പറേഷൻ ആണ്. അതായത് ഈച്ച് ഓപ്പറേഷൻ is executed parallelly, or we can say the statements next statement is not blocked due to the execution of current statement. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണോ? ബ്ലോക്കിംഗ് ആൻഡ് നോൺ ബ്ലോക്കിംഗ് അസൈൻമെന്റ്. Okay, so simply നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. You can, for assigning a value, you can use these two symbols, that is either equal to, that is actually blocking assignment, or this less than or equal to. Actually less than or equal to അല്ല മീൻ ചെയ്യുന്നത്, വാല്യൂ അസൈൻ ചെയ്യുന്നതെന്ന് കാണിക്കുന്നത് കേട്ടോ. So that is non-blocking assignment. In blocking assignment, the operations are executed in sequential manner, that is one by one. അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഓർഡറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ്, ദെൻ തേർഡ്, ദെൻ ഫോർത്ത്, ആ ഓർഡറിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഹിയർ ഇൻ ദിസ് കേസ് that all statements will be executed parallelly. That is, next statement is execution of next statement is not blocked due to the execution of current statement. That is why we are calling it as non-blocking assignment. മറ്റേതിൽ എന്ത് ചെയ്യുന്നുണ്ട്? Next statement execution will be blocked by the current execution. So that is called as blocking assignment. Now, always statements. So നമ്മൾ പറഞ്ഞു behavioral modeling ൽ we can use the keywords initial or always. And നമ്മൾ ഈ പ്രൊസീജറൽ അസൈൻമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഒരു ഇനീഷ്യൽ ഓർ ഓൾവേസ് ബ്ലോക്കിനകത്താണ്. അതിൽ ഇനീഷ്യൽ കീവേഡ് ഇസ് പ്രിഫേർഡ് ഫോർ കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, ആൻഡ് ഫോർ സീക്വൻഷ്യൽ സർക്യൂട്ട് മോസ്റ്റ്ലി വി ആർ യൂസിങ് ദിസ് ഓൾവേസ്. Okay, so the procedural assignment statements inside the always block are executed every time there is a change in any of the variable listed after at symbol. അതെന്താന്ന് പറയാം. That is, ഈ സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ എക്സിക്യൂഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് നമുക്ക് ബിഹേവിയറൽ മോഡലിൽ ഒന്നുകിൽ ഓൾവേസ് അല്ലെങ്കിൽ ഇനീഷ്യലി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനീഷ്യലും നോർമലി കോമ്പിനേഷണൽ സർക്യൂട്ട്സിന്റെ ബിഹേവിയറൽ മോഡലിംഗിലാണ് പ്രിഫർ ചെയ്യുന്നത്. സീക്വൻഷ്യൽ സർക്യൂട്ട്സിന്റെ ബിഹേവിയറൽ മോഡലിംഗിൽ യു ക്യാൻ യൂസ് ദിസ് ഓൾവേസ്. ഓക്കെ, സോ ആക്ച്വലി നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, ഇതിനകത്ത് നമ്മൾ ആ ഓപ്പറേഷൻസ്, അതായത് നമ്മുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് ആക്ച്വലി ഈ ഇനീഷ്യൽ എന്ന് പറയുന്ന ബ്ലോക്കിനകത്താണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനീഷ്യൽ എന്ന് പറയും, അതിലൊരു ബിഗിൻ എൻഡ് ഉണ്ടാവും, അതിനിടയിലായിട്ടാണ് നമ്മുടെ പ്രൊസീജിയറൽ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് ഇനീഷ്യലിന് പകരം യൂസ് ചെയ്യാവുന്ന കീവേഡ് ആണ് ഓൾവേസ്. അത് സീക്വൻഷ്യൽ സർക്യൂട്ട്സിന്റെ കേസിൽ നമ്മൾ ഇനീഷ്യൽ അല്ല യൂസ് ചെയ്യുന്നത്, നോർമലി ഓൾവേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ആ ഓൾവേസ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഈ പറഞ്ഞത്. ദാറ്റ് ഈസ് that format is always and this symbol @ and there will be a list of variables that is called sensitivity list. Okay, and under this we are writing the statements. Okay, so this is the syntax of this always. So നമ്മൾ നോർമൽ ഒരു ബിഹേവിയറൽ മോഡലിംഗ് കോഡ് എഴുതുമ്പോൾ നോർമൽ ഡിക്ലറേഷൻ, മൊഡ്യൂൾ ഡിക്ലറേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിക്ലറേഷന് ശേഷം നമ്മുടെ സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലെ. ഗേറ്റ് ലെവൽ മോഡലിംഗിലാണെങ്കിൽ നിങ്ങൾ ആൻഡ് നാൻഡ് നോർ എന്നൊക്കെ പറഞ്ഞിട്ട് സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ ബിഹേവിയറൽ മോഡലിംഗിൽ സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ ബിഹേവിയറൽ മോഡലിംഗ് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ അതിനു വേണ്ടി ആ സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ യു ഹാവ് ടു യൂസ് ദിസ് കീവേഡ് ഓൾവേസ്.
അതിന്റെ ജനറൽ ഫോർമാറ്റ് ആണ് ഓൾവേസ് അറ്റ് ബ്രാക്കറ്റിൽ ഒരു സെൻസിറ്റിവിറ്റി ലിസ്റ്റ്. ഈ സെൻസിറ്റിവിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാരിയബിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതില് ഏത് വാരിയബിൾസിൽ ചേഞ്ച് ഉണ്ടാവുമ്പോഴാണ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യേണ്ടത്? നെറ്റ് കട്ടായി വന്നു. ഒരു മിനിറ്റ്, സ്ക്രീൻ ഇപ്പൊ റെഡി ആവേ. എനിക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? എക്സാമ്പിൾ ചെയ്യുമ്പോൾ കോഡിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാകും കേട്ടോ. അതിന്റെ തിയറി പാർട്ട് പറയുന്നതുകൊണ്ടാണ് ചെറിയൊരു കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അല്ല എന്തായാലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയണേ. Okay. So, always statement in the case or so in sequential circuit modeling or in behavioral modeling, we are using the keyword always, and our procedural assignment statements or circuit functions are declared, or we are writing the circuit function as procedural assignment inside the always block. Okay, and the syntax is, general syntax is always at the rate, in bracket there will be sensitivity list. സെൻസിറ്റിവിറ്റി ലിസ്റ്റിൽ ഏതെങ്കിലും വാരിയബിൾസ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പം സീക്വൻഷ്യൽ സർക്യൂട്ടിലാണെങ്കിൽ ക്ലോക്ക്, അല്ലെ, ക്ലോക്കിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ ഇൻപുട്ട് വാരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യും. അല്ലെ, ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്ലോക്കിന്റെ എഡ്ജ്, അല്ലെ, ക്ലോക്കിന്റെ പോസിറ്റീവ് എഡ്ജ് ആണോ നെഗറ്റീവ് എഡ്ജ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ ഇൻപുട്ടിൽ ഡിയിലുള്ള വാല്യൂ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിന് രണ്ടിനെയും നോക്കിയിട്ടാണ് എന്ത് വരുന്നത്, ഔട്ട്പുട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അതേപോലെ ഏത് വാരിയബിൾസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ്. താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കണ്ടീഷനിലും നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഔട്ട്പുട്ട് വാരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നത്, ആ വാരിയബിൾസ് ആണ് ഈ സെൻസിറ്റിവിറ്റി ലിസ്റ്റിൽ നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ ഇനി ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. ദ പ്രൊസീജറൽ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻസൈഡ് ദ ഓൾവേസ് ബ്ലോക്സ് are executed every time there is a change in any of the variable listed after the symbol. So ആ സിമ്പലിന് ശേഷം വരുന്ന വാരിയബിൾസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാലാണ് എന്ത് ചെയ്യുന്നത്, ഈ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. That is one thing. And second thing, note that there is no semicolon at the end of always statement. ഇവിടെ ഈ ഓൾവേസിന്റെ എൻഡിൽ ഈ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഉണ്ടാവും, ഈ എൻഡിൽ എന്തുണ്ടാവില്ല, സെമികോളൻ ഉണ്ടാവില്ല. ഓക്കെ, if the procedural block contains more than one statement, those must be enclosed within begin end block. അതാണ് നെക്സ്റ്റ് ഒരു പോയിന്റ് ഓർക്കാനുള്ളത്. ദാറ്റ് ഈസ്, ഇവിടെ ഞാൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇങ്ങനെ മതി. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, അങ്ങനെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് വരുവാണെങ്കിൽ ഇവിടെ ഓൾവേസ് കഴിഞ്ഞിട്ട് യു ഹാവ് ടു യൂസ് ദിസ് കീവേഡ് ബിഗിൻ ആൻഡ് എൻഡ്. ഓക്കെ, ഇതുപോലെ ബിഗിൻ എൻഡിന്റെ ഉള്ളിലായിരിക്കണം സ്റ്റേറ്റ്മെന്റ്സ്, മോർ ദാൻ വൺ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർക്കുക. സോ നിങ്ങൾ കോഡ് ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇത്രയാണ്. അതായത് ഒന്ന്, നിങ്ങളുടെ ബ്ലോക്കിംഗ് അസൈൻമെന്റ് ആണോ നോൺ ബ്ലോക്കിംഗ് അസൈൻമെന്റ് ആണോ യൂസ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അത് സീക്വൻഷ്യൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കോമ്പിനേഷനിലാണ് നോർമലി ബ്ലോക്കിംഗ് യൂസ് ചെയ്യുന്നത്.
സീക്വൻഷ്യലി നോൺ ബ്ലോക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പാരലൽ ഓപ്പറേഷൻ ആണെങ്കിൽ നോൺ ബ്ലോക്കിംഗ് യൂസ് ചെയ്യാം, സീക്വൻഷ്യൽ ഓപ്പറേഷൻ ആണെങ്കിൽ ബ്ലോക്കിംഗ് യൂസ് ചെയ്യാം. പിന്നെ നോക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഓൾവേസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് നമ്മൾ ഓൾവേസ് ആണ് കീവേഡ് യൂസ് ചെയ്യുന്നത്. ആ ഓൾവേസ് അറ്റ് ദ റേറ്റ് ബ്രാക്കറ്റിൽ കുറച്ച് ലിസ്റ്റ് ഓഫ് വാരിയബിൾസ് ഉണ്ടാവും. സോ ആ ബ്രാക്കറ്റിലുള്ള ലിസ്റ്റ് ഓഫ് വാരിയബിൾസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോഴാണ് അതിന്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് താഴെ സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണോ എക്സിക്യൂട്ട് ആവേണ്ടത് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ആ വാരിയബിൾസ് ആണ് നമ്മൾ സെൻസിറ്റിവിറ്റി ലിസ്റ്റിൽ കൊടുക്കുന്നത്. ദെൻ ആ ഓൾവേസ് സ്റ്റേറ്റ്മെന്റിന്റെ എൻഡിൽ സെമിക്കോളൻ ഉണ്ടാവില്ല. ദെൻ ഈ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് സർക്യൂട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് മോർ ദാൻ വൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ബിഗിൻ എൻഡ് കൊടുക്കണം. നിങ്ങൾ സി പ്രോഗ്രാമിംഗ് പഠിച്ചപ്പം ഈ ലൂപ്പ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓർക്കുന്നുണ്ടോ, ഫോർ ലൂപ്പ് ഒക്കെ എഴുതുന്ന സമയത്ത് ആ ഫോർ ലൂപ്പിന്റെ താഴെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഈ ബിഗ് ബ്രാക്കറ്റ് വേണ്ട, മോർ ദാൻ വൺ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കേളി ബ്രാക്കറ്റ് അല്ലെ ആഡ് ചെയ്യുന്നില്ല. സോ അതേപോലെ ഹിയർ വി ആർ യൂസിങ് ദിസ് ബിഗിൻ ആൻഡ് എൻഡ്. Okay, now before going to the coding we have to see some more syntax, that is conditional statements. In behavioral modeling we are using conditional statements. നിങ്ങൾ സിയിൽ പഠിച്ചിട്ടുണ്ടാവും. സിയിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? Familiar അല്ലേ ഇത്? So conditional statements used in behavioral modeling is just same as if else in C. Okay. So C യിൽ പഠിക്കുന്ന സെയിം സിൻടാക്സ് ആണ്, അല്ലെങ്കിൽ സെയിം സിൻടാക്സ് ആണല്ല സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഒന്ന് നോക്കുക, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ബിഹേവിയറൽ മോഡലിംഗിൽ കോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ സിൻടാക്സ് ഫസ്റ്റ് വൺ ജസ്റ്റ് ഒരു സിംഗിൾ ഇഫ്. ഓക്കെ, so if in bracket an expression then true statement, that means simply we can say, for example ഞാൻ എഴുതാം, if a greater than b, I am writing some g equal to 1. ഈ ഒരു ഫോർമാറ്റിൽ, അതായത് if a greater than b അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, g equal to 1 അസൈൻ ചെയ്യണം. ഓക്കെ, ഫോൾസ് ആണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ മാത്രം വരാം. നമുക്ക് ചിലപ്പോൾ ഫോൾസ് ആയിട്ടുള്ള കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരില്ല. അങ്ങനത്തെ കേസിൽ സിംഗിൾ ഇഫ് യൂസ് ചെയ്യാം. സോ ഇഫ് ഒരു എക്സ്പ്രഷൻ ഇൻ ബ്രാക്കറ്റ് സം സ്റ്റേറ്റ്മെന്റ് ഇത് ട്രൂ ആണെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഓക്കെ, നൗ സെക്കൻഡ് കേസ് if else, that is നമുക്കിത് ട്രൂ ആണെങ്കിൽ ഈ ഒരു വാല്യൂ വേണം, അതായത് if a greater than b g equal to 1 കൊടുക്കണം. ഇനി അല്ലെങ്കിൽ else, അതായത് ഈ if a not greater than b ആണെങ്കിൽ else we can have this g equal to 0 ഇങ്ങനെ കൊടുക്കാം. That is for that we have to use if and else. Okay, so സിംഗിൾ ആയിട്ട് ഇഫ് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ എഴുതി അത് ട്രൂ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ സിംപ്ലി നിങ്ങൾക്ക് ഇഫ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അല്ല ഇഫും എൽസും വേണമെങ്കിൽ, അതായത് ട്രൂ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യണം, ഫോൾസ് ആണെങ്കിൽ വേറൊരു ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഫ് ദാറ്റ് എക്സ്പ്രഷൻ ട്രൂ സ്റ്റേറ്റ്മെന്റ്, എൽസ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. Okay, then if you have more than these two cases, you can use if else if else if else, that such that നിങ്ങൾക്ക് ഒരു കണക്റ്റിംഗ് ആയിട്ട് പോവാം. ഓക്കെ, അതായത് മോർ ദാൻ ടു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ if an expression is true you can execute a statement 1, else if അതല്ല എങ്കിൽ വേറൊരു എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു എക്സിക്യൂഷൻ, എൽസ് ഇഫ് അതല്ലാത്ത കണ്ടീഷനിൽ വേറൊന്ന്, എൽസ് എ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ എന്ത് ചെയ്യാം, നെസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇഫ് എൽസ് ഇഫ് എന്നുള്ള കണ്ടീഷനിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇതിലും മോർ ദാൻ വൺ സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ ഈ ഒരു കേസിൽ ഞാൻ ജി ഈക്വൽ ടു 1 മാത്രമേ എഴുതിയത്. ഓക്കെ, ഇവിടെ മോർ ദാൻ വൺ സ്റ്റേറ്റ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ ഒരു എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു.
ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു യൂസ് ബിഗിൻ ആൻഡ് എൻഡ് ഹിയർ. ഇതിന്റെ ഇടയിൽ ബിഗിൻ ആൻഡ് യൂസ് ചെയ്യേണ്ടി വരും. മോർ ദാൻ വൺ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ. അതായത് നിങ്ങൾ സിയില് ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നില്ലേ? സിയിൽ ഈ ഇഫ് എൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മോർ ദാൻ വൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യും അല്ലെ? അപ്പൊ അതേപോലെ ഇവിടെയും മോർ ദാൻ വൺ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ ബിഗിൻ ആൻഡ് എൻഡ്. ഓക്കെ, ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇഫ് എൽസ് നിങ്ങൾ സിയിൽ യൂസ് ചെയ്ത പോലെ സിയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ ഇത്? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ സർക്യൂട്ടിൽ പറയുകയാണെങ്കിൽ ഞാനൊരു നോട്ട് ഗേറ്റ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു നോട്ട് ഗേറ്റിന്റെ ഫംഗ്ഷൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഇത് എയും ബിയും ആണ്. ഓക്കെ, സോ എനിക്ക് ഒരു നോട്ട് ഗേറ്റിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ഡിഫൈൻ ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് ഇഫ് എ ഈക്വൽ ടു 0 ദെൻ ബി ഷുഡ് ബി ഈക്വൽ ടു 1 അല്ലെ? എൽസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? പിന്നെ കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തായിരിക്കും? ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നോട്ട് ഗേറ്റിന് നമ്മൾ ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണെങ്കിൽ നോട്ട് എന്ന് എഴുതും. പിന്നെ നിങ്ങൾ അല്ലെ ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണെങ്കിൽ ഇതിന് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ബി ഈക്വൽ ടു നോട്ട്, സോറി, ഗേറ്റ് ലെവൽ മോഡലിംഗ് ഇത് നോട്ട് ബി കൊമ എന്ന് എഴുതും അല്ലെ? ഇനി ഡാറ്റ ഫ്ലോ മോഡലിംഗിലാണ് എങ്ങനെ എഴുതും? ബി ഈക്വൽ ടു നോട്ട് എ എന്ന് എഴുതും. ഓക്കെ, ഇനി ഇത് സീക്വൻഷ്യൽ മോഡലിംഗിലാണെങ്കിൽ, സോറി, ബിഹേവിയറൽ മോഡലിംഗിലാണെങ്കിൽ ഇതുപോലെ നോട്ട് ഗേറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എ ഈക്വൽ ടു 0 ആണെങ്കിൽ ബി ഷുഡ് ബി ഈക്വൽ ടു 1, എൽസ് ബി ഷുഡ് ബി ഈക്വൽ ടു 0. എൽസ് എന്ന് പറഞ്ഞാൽ പിന്നെ എക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ എന്ത് മാത്രമാണ്? 1 ആണ്. ദെൻ അറ്റ് ദാറ്റ് കണ്ടീഷൻ ബി ഈക്വൽ ടു 0. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു നോട്ടിനെ ഡിഫൈൻ ചെയ്യാം. ഇതുപോലെ ഏത് ലോജിക് ഗേറ്റിനെ വേണമെങ്കിലും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ 2 ഇൻപുട്ട് ലോജിക് ഗേറ്റ്സ് ആണെങ്കിൽ എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 0 ആ രീതിയിൽ ഈ കണ്ടീഷൻസ് മാറുന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. സി ഹിയർ ഒരു 2x1 മൾട്ടിപ്ലെക്സർ. 2x1 മൾട്ടിപ്ലെക്സർ മീൻസ് അതിന്റെ സ്ട്രക്ചർ ഒന്ന് ഓർമ്മിക്കോ, വർക്കിംഗ് ഒന്ന് ഓർമ്മിക്കോ, എന്നിട്ട് നമുക്ക് കോഡിലേക്ക് പോകാം. ഓക്കെ, സോ ഒരു 2x1 മക്സ്, 2x1 must having 2 input lines and 1 output line, and there will be 1 select line. Okay, so I am giving inputs as A, B, and output as out, and select line is represented by the variable select. So this is a 2x1 multiplexer. So ഈ 2x1 മൾട്ടിപ്ലെക്സറിന്റെ ഗേറ്റ് ലെവൽ മോഡലിംഗ് നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ ഗേറ്റ് ലെവൽ സർക്യൂട്ട് വരച്ച് അതിന്റെ കോഡ് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഗേറ്റ് ലെവൽ മോഡലിംഗ്, ഓർ യു ക്യാൻ റൈറ്റ് ദ ഡാറ്റ ഫ്ലോ മോഡലിംഗ് യൂസിംഗ് ദ എക്സ്പ്രഷൻ. ഹിയർ വൈൽ റൈറ്റിംഗ് ബിഹേവിയറൽ മോഡലിംഗ് ഫോർ ദിസ് 2x1 mux, we can see first ഇതിന്റെ കംപ്ലീറ്റ് സിന്റാക്സ് ഒന്ന് നോക്കിക്കോ. ഫസ്റ്റ് വി ഹാവ് ടു ഡിഫൈൻ ദ മൊഡ്യൂൾ. ഓക്കെ, ഗേറ്റ് ലെവൽ മോഡലിംഗിൽ യൂസ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ, then module name, that is mux 2x1 vh, the module name ആണ്. Then input and output ports. So we have A, B and select lines as input and out as output. Okay, then next step is we have to separate input and output, right? So input A comma B comma select and output out, right? Now one more thing, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഔട്ട്പുട്ട് വാരിയബിൾ ഷുഡ് ബി ഡിഫൈൻഡ് ആസ് രജിസ്റ്റർ ഡാറ്റ ടൈപ്പ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ വരുന്ന ഔട്ട്പുട്ട് ഔട്ടാണ്, അതിനെ രജിസ്റ്റർ ആയിട്ടൊന്ന് ഡിക്ലെയർ ചെയ്തിട്ടേക്കണം. ഇതും ബിഹേവിയറൽ മോഡലിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഔട്ട്പുട്ടിന് എപ്പോഴും എന്ത് ചെയ്യാം? രജിസ്റ്റർ ടൈപ്പ് ഡാറ്റ ടൈപ്പ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. സോ രജിസ്റ്റർ ഔട്ട്. സോ ദിസ് ഈസ് അവർ ഡിക്ലറേഷൻ പാർട്ട്. ഇത് നോർമലി നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഈ ഒരു പോയിന്റും കൂടെ അഡീഷണൽ ആയിട്ട് ഒന്ന് ഓർമ്മിക്കും. ബാക്കിയെല്ലാം ഗേറ്റ് ലെവൽ മോഡലിംഗിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും പോർട്ട് ലിസ്റ്റ് ചെയ്യുക, മൊഡ്യൂൾ എഴുതുക, മൊഡ്യൂൾ നെയിം, പോർട്ട് ലിസ്റ്റ്, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക, ദെൻ ഔട്ട്പുട്ടിന് എന്ത് ചെയ്യുക? രജിസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക.
ഓക്കെ, നൗ ഈ ലെവലിലാണ് മാറ്റം വരുന്നത്. ഓക്കെ, ഹിയർ വി ആർ യൂസിംഗ് ദ കീവേഡ് ഓൾവേസ്. അതായത് നമ്മുടെ സർക്യൂട്ടിന്റെ ഫംഗ്ഷൻസ് എഴുതുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം, ഓൾവേസ് അറ്റ് ദ റേറ്റ്. അതാണ് അതിന്റെ സിന്റാക്സ്. ദെൻ ബ്രാക്കറ്റിൽ ഇതുപോലെ എന്താണ്, ഇവിടെ നമ്മുടെ മൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ട് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ മാറുന്നതിനനുസരിച്ച് ഏതൊക്കെ വേരിയബിളിനനുസരിച്ചിട്ടാണ് ചേഞ്ച് ചെയ്യാം, ഈ സെലക്ട് ലൈൻ ദെൻ എ ബി അല്ലെ, ഇതൊക്കെ മാറുന്ന സമയത്താണ് എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിൽ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ആ വാരിയബിൾസ് ആണ് നമ്മൾ ഇവിടെ ഈ ഓൾവേസ് അറ്റ് ദ റേറ്റ്, നേരത്തെ സെൻസിറ്റിവിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു, ആ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് സെലക്ട് ഓർ എ ഓർ ബി. ദാറ്റ് ഈസ് നമുക്ക് സെലക്ട് ലൈനിലുള്ള ഡാറ്റ മാറി കഴിഞ്ഞു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എയില് 0 കൊടുത്തു, ബിയിൽ 1 കൊടുത്തു. സെലക്ട് ലൈനിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എയിലുള്ള ഡാറ്റ ഔട്ടിലേക്ക് കിട്ടും. 1 കൊടുത്താൽ ബിയിലുള്ള ഡാറ്റ ഔട്ടിലേക്ക് കിട്ടും. ഇനി സെലക്ട് ലൈൻ 0 തന്നെയാണ്, ഞാൻ എയിലുള്ള വാല്യൂ ചേഞ്ച് ചെയ്ത് 0 മാറ്റി 1 ആക്കി, അപ്പോഴെന്താ, അത് ഔട്ട്പുട്ടിലുള്ള 0 മാറിയിട്ട് 1 വരും. അതായത് ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ, എയിലെയോ ബിയിലെയോ സെലക്ട് ലൈനിലെയോ ഈ മൂന്നിൽ ഏത് ലൈൻസിലെ ഡാറ്റ ചേഞ്ച് ചെയ്താലും എന്താവും, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ആ വാരിയബിൾസ് ആണ് നമ്മൾ ഈ ഓൾവേസ് എന്ന് പറയുന്ന, ഓൾവേസ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന വാരിയബിൾസ്, സെലക്ട് എ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ മോർ ദാൻ വൺ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളത് കൊണ്ട് ഈ ബിഗിൻ ആൻഡ് യൂസ് ചെയ്യണം. ഓക്കെ, സോ ബിഗിൻ, ഇനി ഇഫ് എൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇഫ് സെലക്ട് ഈക്വൽ ടു 1. ഓക്കെ, സോ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എഴുതുമ്പോൾ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നേരത്തെ എഴുതുമ്പോൾ ഞാൻ സിംഗിൾ ഈക്വൽ യൂസ് ചെയ്തല്ലേ. സോ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ എപ്പോഴും ഈ ഡബിൾ ഈക്വൽ യൂസ് ചെയ്യണേ ഓപ്പറേറ്റർ. ഇഫ് സെലക്ട് ഈക്വൽ ടു 1 ഔട്ട് എ. ഓക്കെ, നമ്മൾ തിരിച്ചും ഡിഫൈൻ ചെയ്യാം. ഇതിനകത്ത് ഡിഫൈൻ ചെയ്തേക്കുന്നത് സെലക്ട് ലൈനിൽ 1 ആണെങ്കിൽ എയിലുള്ള ഇൻപുട്ട് ഔട്ടിലേക്ക് കൊടുക്കണം എന്നാണ്. ഓക്കെ, തിരിച്ചും ചെയ്യാം കേട്ടോ, എങ്ങനെയാലും മൾട്ടിപ്ലക്സ് ഡിഫൈൻ ചെയ്യാം. ഇതിൽ പറഞ്ഞേക്കുന്നത് ഇഫ് സെലക്ട് ഈക്വൽ ടു 1 ഔട്ട് ഈക്വൽ ടു എ, എൽസ് ഔട്ട് ഈക്വൽ ടു ബി, end. And finally our end module. Okay, so this is the behavioral modeling of a 2x1 multiplexer using the conditional statements if else. Clear ആണോ? ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്നുകൂടെ നോക്കുക കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കുറച്ചും കൂടെ സർക്യൂട്ട്സിന്റെ കോഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. പിന്നെ നിങ്ങൾ ഇതിന്റെ തിയറി